ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് തവാദ. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്കിൽ നമ്മുടെ ഉള്ളത് സ്റ്റെഫിയാണ്. സ്റ്റെഫി, വെൽക്കം ടു കരിയർ ടോക്സ് തവാദ. താങ്ക് യു. ഓക്കെ, സ്റ്റെഫിയുടെ വീട് എവിടെയാണ്? എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡുണ്ട്, ഓക്കെ. 2 കുട്ടികളുണ്ട്, പിന്നെ പാരന്റ്സും ഉണ്ട്. പേരൻസും ഉണ്ട്. ഓക്കെ. സോ അപ്പം അവോധയിൽ ഏത് കോഴ്സാണ് ചൂസ് ചെയ്തിരുന്നത്? അവോധയില് പൈത്തൺ ആൻഡ് ഡിജാങ്കോ എന്നിട്ടുള്ള കോഴ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. എന്തായിരുന്നു പൈത്തൺ ജാങ്കോ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? പൈത്തൺ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കുറച്ചും കൂടിയും ഈസി ലേണിംഗ് ആണ് പൈത്തൺ എന്നുള്ളത്. കോഡിങ്ങിൽ തന്നെ പൈത്തൺ ആണ് കുറച്ചും കൂടിയും ഈസി ആയിട്ടുള്ളത് എന്നുള്ളത് പറയുന്നതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചൂസ് ചെയ്തതാണ്. ചൂസ് ചെയ്തതാണ്. അപ്പം സ്റ്റെഫിയുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്ന് ഷോർട്ടായിട്ട് പറയാം. പറയാം. ബിടെക് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 2014ലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നാള് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് ഓക്കെ, കഴിഞ്ഞ് 2018 ആ ജോബ് നിർത്തി. 19 ഞാൻ വീണ്ടും എംടെക് എടുത്തു. ഇപ്പൊ ഓക്കെ, ഓക്കെ, 21 എംടെക് കഴിഞ്ഞു. അപ്പം എംടെക് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് അവോധയിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, ഓക്കെ. സോ സബ്ജക്ട് ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു? ബിടെക്, എംടെക് കമ്പ്യൂട്ടർ ചെയ്തിരുന്നത്? സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് തന്നെയായിരുന്നു. കമ്പ്യൂട്ടർ ഓക്കെ, സയൻസ്. ഓക്കെ. സോ സ്റ്റെഫി ഇപ്പോ എന്ത് ചെയ്യാ കറന്റ്ലി? കറന്റ്ലി ഇപ്പൊ ഞാൻ അവോധ ത്രൂ ഞാനൊരു ഫെസ്റ്റ എന്ന് പറഞ്ഞ കമ്പനിയില് ഇന്റേൺഷിപ്പ് ജോയിൻ ആയിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ആ, വർക്ക് ഫ്രം ഹോം ആണോ? വർക്ക് അറ്റ് ഓഫീസ് ആണോ? വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ. സോ ഇന്റേൺഷിപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കമ്പനി സപ്പോർട്ടീവ് ആണോ? ഒരു പാർട്ട് ടൈം വർക്ക് ഒക്കെ തരുന്നുണ്ടോ? അതെ, നല്ല സപ്പോർട്ടീവ് ആണ്. ഇപ്പം 2 ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഓക്കെ. നമുക്കിങ്ങനെ ഒരു കോഴ്സ് ആയിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങുന്നേ. ഓക്കെ. പൈത്തൺ അഞ്ചും കൂടെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവോധയില്? നല്ല ക്ലാസ്സുകളായിരുന്നു. കൂടുതലും ഓരോ ഈച്ച് ക്ലാസ്സിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ടൈപ്പിലായിരുന്നു ഓരോ ക്ലാസ്സും. പിന്നെ നമുക്ക് കൺവീനിയന്റ് ആയ ടൈമില് നമുക്കത് കേൾക്കാം എന്നുള്ളതായിരുന്നു കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു കാര്യം. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ എടുക്കാം എന്നുള്ളതായിരുന്നു. നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഇപ്പൊ നമ്മള് വീട്ടിലുണ്ടാവുമ്പം എസ്പെഷ്യലി മാരീഡ് ആണ് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് കുറച്ചധികം വേറെയും ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കൺവീനിയന്റ് ടൈമിൽ അത് ചെയ്യാമെന്നുള്ളതായിരുന്നു നമുക്ക് ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ. സോ സ്റ്റെഫി എപ്പോഴാണ് ഒരു ടൈം ഷെഡ്യൂൾ നോർമലി കണ്ടിരുന്നത് ക്ലാസ്? അങ്ങനെ ഇന്ന ടൈമൊന്നുമില്ല. നമ്മളെപ്പോ ഇല്ല. ഫ്രീ ആവുന്നു ഫ്രീ അത് ആവുമ്പോ. നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പം നൈറ്റ് ആവും ക്ലാസ് കേൾക്കുക. ചിലപ്പം ഇങ്ങനെ മോർണിംഗ് ടൈമില് നമുക്ക് ഫ്രീ ആവുന്ന ടൈമിലായിരിക്കും കേൾക്കുക. അങ്ങനെ. ഓക്കെ, ഓക്കെ. സോ ക്ലാസ് കാണുന്നതിന്റെ ഇടയ്ക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നോ? ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് തമ്മിലും ഡിസ്കസ് ചെയ്യുമായിരുന്നു. ആഹ് പിന്നെ ഓൺലൈൻ ത്രൂവും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമായിരുന്നു. ഓക്കെ. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നോ? ലൈവ് സെഷൻ അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല. 1, ചെയ്തിട്ടില്ല. 2 പ്രാവശ്യമൊക്കെ. ഓക്കെ, ഓക്കെ. സോ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നോ? ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ഓക്കെ. അവിടുന്ന് നമുക്കൊരു ഇത് പറഞ്ഞു തന്നു. ഒരു ഐഡിയ പറഞ്ഞു തന്നു. ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോ അത് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മള് കോൾസ് വരുമ്പോ അറ്റൻഡ് ചെയ്തിരുന്നതും അങ്ങനത്തെയൊക്കെ ഓക്കെ. ജോബിനായിട്ടുള്ള. സ്റ്റെഫി പൈത്തൺ ജാങ്കോ അങ്ങനെ കോഴ്സ് ചൂസ് ചെയ്ത ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞു? അതേപറ്റി അറിഞ്ഞത് ഞാൻ ഒരു ഫ്രണ്ട് ത്രൂ ആണ്. എനിക്ക് അത് പറയാവുന്നതില്ല. മിന്നേനെ അറിയാം. അപ്പം അവരുടേത് ത്രൂ ആണ് ഞാന് ആഡ് കണ്ടത്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നി ഇത്രയും അങ്ങനെ ഒരു ചെറിയ ഫീല് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പം അത് അങ്ങനെ ആരും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നല്ല ഭയങ്കര നല്ല ഫീസാണ് അങ്ങനെ ചെയ്ത് ഇതുവരെ കേട്ടിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത്രയും ഒരു ചെറിയ ഇതിൽ നമുക്ക് പ്ലേസ്മെന്റ് വരെ ചെയ്ത് തരും എന്നുള്ള യെസ്. ഒരിത് ഫസ്റ്റ് ടൈം ആണ്. അപ്പം എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ശരിയാണ്. ഓക്കെ. അപ്പൊ 2800 ഈ കോഴ്സ് ചെയ്തത് വെർത്തായിരുന്നോ? വർത്തായിരുന്നു വർത്തായിരുന്നു. വെർത്തായിരുന്നു. ഓക്കെ, ഓക്കെ. സോ അപ്പോ അവോധ ചൂസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ ഇന്റേൺഷിപ്പിലേക്കാണ് എങ്ങനെയാണ് ഫാമിലി റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നല്ല റെസ്പോൺസ് ആണ്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം കിട്ടണം എന്നായിരുന്നു നമുക്ക് താല്പര്യം. Yeah. എസ്പെഷ്യലി നമുക്ക് കിഡ്സ് ഉണ്ടാവുമ്പം പോയി വർക്ക് ചെയ്യാനായിട്ടുള്ളത് കുറച്ചും കൂടി കൺവീനിയന്റ് അല്ല നമുക്ക് പോയി വർക്ക് ചെയ്യാന്നുള്ളത്. Yeah. ഇപ്പൊ 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 അപ്പോ വർക്ക് ഫ്രം ഹോം ഇപ്പം അവബോധനടുത്ത് നമ്മള് നമുക്ക് ഇന്നതാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞപ്പം അവര് അതിനനുസരിച്ചിട്ടുള്ള ജോബാണ് നമുക്ക് ചൂസ് ചെയ്ത് എടുത്ത് തരുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി. നമ്മുടെ നീഡ്സും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അവര് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ഫ്രം ഹോം കിട്ടിയപ്പോ എല്ലാവരും ഹാപ്പിയാണ്. അവോദ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജോബ് പ്ലേസ്മെന്റ് റേറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനം.